ഈ അമ്മായിമ്മ മരുമോള് തമ്മിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഭയങ്കര ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ. വീഡിയോയിൽ തമ്മിൽ അത്യാവശ്യം നല്ല ബോണ്ടിങ് ഉണ്ട്. അതെങ്ങനെയാ ഒരു ബോണ്ടിങ്? അതെനിക്കറിയില്ല. ആദ്യം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ ആദ്യം ഫസ്റ്റ് മരുമോള് ഞാനാണ്. മമ്മിക്ക് 3 ആൺമക്കളാ, പെൺമക്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം, പെൺമക്കളില്ലാത്തതിന്റെ ആയിരിക്കും മോളെന്നുള്ള രീതിയിൽ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അമ്മായിമ്മ മരുമോളെന്നല്ല, അമ്മ മോളെന്നുള്ളൊരു ബോണ്ടിങ് ഉണ്ട്. ഇപ്പൊ അമ്മമ്മേന്റെ അടുത്ത് എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കാറുണ്ടോ? ഇല്ല, പാവ ഇല്ല. കുറുമ്പ് കാണിക്കാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയപ്പോ മമ്മിയുടെ മുഖത്തിന് അറ്റടി. മമ്മി കാറിൽ കയറി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉറങ്ങും. വെളുപ്പിനൊക്കെ എഴുന്നേക്കുന്നില്ലേ. പക്ഷെ അവിടെ കൂടെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. തല്ലി എഴുന്നേൽപ്പിക്കും, തല്ലി ഉണർത്തും. നമ്മൾ കണ്ണടഞ്ഞു പോയി അപ്പൊ കിട്ടും. ഇപ്പോഴൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ്സിനേക്ക് അകത്ത് അലൗ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പുറത്തൊക്കെ പക്ഷേ ഹസ്ബൻഡും മസ്റ്റായിട്ട് കൂടെ കയറണമെന്നാണ് ആരെങ്കിലും ഒരാൾ. അവര് നമ്മളെ ഒരു ചോദിക്കും കയറാൻ. അതായത് കോഡ് കട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അവിടെ. അത് ഭയങ്കര ഡിഫറൻസാണ്. നാട്ടിലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? മസ്താനി സുന്ദരിയായിട്ടുണ്ട്. അതെനിക്കറിയാലോ. മസ്താനിയുടെ വീടാണ്. നല്ല കാറ്. ഏറിയും താഴെ ഇറങ്ങി. ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു നെല്ലിക്ക് പോലൊരു ഫാമിലിയാണ്. ഇവർ പറയാ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ്. കൈപ്പൻസ് വ്ലോഗാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അല്ല, ഞാൻ ഇവരുടെ കൂടെയാണ് ആക്ച്വലി ജോയിൻ ചെയ്യുന്നത്. ഹലോ, എന്താ വന്നാൽ ഈ തന്നെ നിൽക്കുന്നതെന്നൊക്കെ. ഞങ്ങൾ ആക്ച്വലി ഇവരുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. ഇത് ചേട്ടൻ്റെ വീടല്ലേ? ഓക്കെ, ചേട്ടൻ്റെ വീടല്ല, ഞങ്ങളുടെ വീട്. ഓക്കെ, അതിൽ തന്നെ അറിയാം ഇവരുടെ ഒരു ഒത്തൊരുമൈ. അങ്ങനല്ല, ഞങ്ങൾ രണ്ടുപേരോടെ വെച്ച വീടാണ്. ഞങ്ങളുടെ സ്വപ്ന ഭവനമാണ്. ഓക്കെ, ഈ അമ്മനെ ആദ്യം കണ്ടപ്പോ നൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താ പറയാ, ഞാൻ സാധാരണ ഒരു അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാരി കൊടുത്ത് വന്നപ്പോ ആളാദ്യം മാറിപ്പോയി. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം, എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്തില്ല. അവിടുന്ന് അവര് ചിരിച്ചായിരുന്നു. അപ്പൊ എന്തൊക്കെയാ ചെയ്യാറ് ഈ സൗന്ദര്യ സംരക്ഷണത്തിന്? ഒന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കാം. ഹാപ്പി ആയിട്ടിരിക്കുക. അതാ എന്റെ സന്തോഷം, എന്റെ സൗന്ദര്യം. രാവിലെ 3 മണിക്ക് എഴുതേക്കും. രാവിലെ 3 മണിക്കാ? രാവിലെ വെളുപ്പാക്കാലത്തെ എല്ലാം അടുക്കി പറക്കി വെക്കുന്നതൊക്കെ. എന്നിട്ട് വീണ്ടും കിടന്നോറും? ഇല്ല ഇല്ല, വൈകിട്ട് നേരത്തെ കിടക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ബയോന്ന് തന്നെ സ്റ്റാർട്ട്. എനിക്കറിയാം ചിലപ്പോൾ കേട്ട് മടുത്ത ചോദ്യമായിരിക്കും, എന്നാലും വെറൈറ്റി മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്താ അങ്ങനെ ഒരു ബയോ ഇട്ടേക്കുന്നത്? ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് കൈപ്പൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി നെയിമാണ്. അപ്പോൾ അതിനകത്തുനിന്നൊരു ഇതുണ്ടാക്കിയത് കയ്പ്പ്. പിന്നെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുക. നമ്മളെല്ലാ വീഡിയോ നമുക്ക് ആദ്യം ചിലപ്പോൾ എല്ലാം ദഹിക്കണമെന്നില്ലല്ലോ. പതുക്കെ ദഹിക്കും എന്നുള്ളത് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇട്ട ഇതാണ്. അപ്പം അതാണ് നമ്മുടെ ഒരു വീഡിയോയുടെ ഇത്. നമ്മളെ പുതിയൊരു പ്രേക്ഷകന് ഒറ്റയടിക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ വീഡിയോ കണ്ട് നമ്മൾ അവരിലോട്ടൊക്കെ ചേരുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ഇപ്പോൾ? പിന്നെ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയ ലൈഫ് ഒന്നുമില്ല. ആളുകളൊക്കെ പറയില്ലേ? പിന്നെ എല്ലാരും കണ്ട ഫോട്ടോ എടുക്കും, കണ്ട് സംസാരിക്കും. കൈപ്പൻ്റെ അമ്മ. ഈ അമ്മായിമ്മ മരുമോള് തമ്മിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഭയങ്കര ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ. വീഡിയോയിൽ തമ്മിൽ അത്യാവശ്യം നല്ല ബോണ്ടിങ് ഉണ്ട്. അതെങ്ങനെയാ ഒരു ബോണ്ടിങ്? അതെനിക്കറിയില്ല. ആദ്യം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ ആദ്യം ഫസ്റ്റ് മരുമോള് ഞാനാണ്. മമ്മിക്ക് 3 ആൺമക്കളാ, പെൺമക്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം, പെൺമക്കളില്ലാത്തതിന്റെ ആയിരിക്കും മോളെന്നുള്ള രീതിയിൽ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അമ്മായിമ്മ മരുമോളെന്നല്ല, അമ്മ മോളെന്നുള്ളൊരു ബോണ്ടിങ് ഉണ്ട്.
എന്നാലും എങ്ങനെയാ ഇപ്പം ഇനി പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ടിപ്പ് കൊടുക്കാം, എങ്ങനെയാണ് ഇതുപോലുള്ളൊരു അതിന് ശരിക്കും ചേട്ടനാണ് ഉത്തരം പറയേണ്ടത്. അത് എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടാതിരിക്കുക, അത്രേ ഉള്ളൂ. അവരിപ്പോ പിണക്കമില്ലെന്നല്ല, ഒരു തമ്മിൽ പിണക്കമൊക്കെ ഉണ്ട്, അതിനിടയ്ക്ക് എല്ലാത്തോടെ വെച്ച് നമ്മളോട് പിരിയേറ്റ് കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മളോട് പിരിയേറ്റ് നിന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നങ്ങളുണ്ടാവും. ചിലതൊക്കെ കണ്ടില്ലെന്ന് അടിക്കുക, കണ്ണടച്ചിരിക്കുക. അതെ, ടിപ്പ് അത്രേ ഉള്ളൂ. അമ്മക്ക് അയ്യോ മമ്മി പറ ഒരു ഹെൽത്തി അമ്മായിമ്മ മരുമകൾ റിലേഷൻഷിപ്പിന് വേണ്ട ഒരു 5 ക്വാളിറ്റീസ് പറ കേക്കണം. അമ്മയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല സത്യം. മമ്മിനെ കണ്ടൊരു ബുദ്ധിജീവി ലുക്കുണ്ട് അല്ലാന്നൊക്കെ. അങ്ങനെയല്ല, സാധാ ഒരു മമ്മി. അത് സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പൊ നമുക്ക് ഈ നമ്മൾ 5 ഇതൊക്കെ പറയാൻ പറഞ്ഞ ഒരു ടിപ്പ് പറ. എന്ത് ടിപ്പാ എന്ത് പറയണ്ടേ? അതായത് നല്ല അമ്മായിമ്മ മരുമകൾ നമ്മൾ വിചാരിക്കുക വേറെ നമ്മുടെ മക്കളെ വളർത്തുന്നതൊക്കെ മറ്റുള്ള അമ്മമാരും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വിടുന്നത് അത് നമ്മുടെ മക്കളാന്ന് വിചാരിക്കുക. അതാ അതിന്റെ ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പൊ ഇയാളെങ്ങനെയാണ് ചേട്ടനെ മിസ് ചെയ്യും? മിസ് ചെയ്യാം. നമ്മുടെ പിള്ളേരൊക്കെ കാണുമ്പോഴെല്ലാം അച്ചാച്ചാന്ന് വിളിച്ച് കുറെ ഓടും. പിന്നെ ഫോണിലൊക്കെ വിളിച്ച് കാണിക്കുമ്പോ ഭയങ്കര ഇതാ. അവര് ചെറുതല്ലേ, അവർക്ക് അങ്ങനെ ഒരു എത്ര ഇതില്ലല്ലോ. ചൂട് കൊച്ചിന്റെ മാമൻ ചൂടായിട്ടിരിക്കുക, അതുകൊണ്ടാ അല്ലേ? ഇപ്പൊ എത്ര ഇയേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു കണ്ടന്റ് ക്രിയേഷൻ? 5-6 വർഷമായി. 5-6 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പം നമ്മളിപ്പോ ഏത് ഫാമിലി വ്ളോഗ്സ് ആണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പൊതുവെ നെഗറ്റിവിറ്റി കുറവാ, അതെന്താ കേരളത്തിലില്ലാത്തതാണോ? അത് അല്ല, നമ്മളെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടേതായ കണ്ടന്റുകളാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ചെയ്യാറുള്ളത്. കൂടുതലും ലൈഫ് സ്റ്റൈൽ വീട്ടിൽ നടക്കുന്ന എന്താണോ അതിൻ്റെ ഒരു 90% അതാണ് നമ്മുടെ വ്ളോഗ്. അത് കുറേ ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അതിനകത്ത് വലിയ കാര്യമായിട്ട് നെഗറ്റീവ് വരുന്നുണ്ട്. അങ്ങനെ ഇല്ലാന്നല്ല, അങ്ങനെ കാര്യമായിട്ട് കുറവാണ്. അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. ഓക്കെ, ഇപ്പം യു കെയിലല്ലേ? അപ്പോൾ അവിടെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇപ്പോൾ പൊതുവെ അവിടെ ഉള്ള ആളുകൾ കേരളത്തിലേക്കും അതേപോലെ തന്നെ റീച്ച് കിട്ടുന്നതും ഭയങ്കര കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കേരളത്തിലും യു കെയിലും ഒക്കെ ഫാൻസ് ഉണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താ? എങ്ങനെയാണ് ഈ ഫാൻസിലേക്ക് ഇത്ര നാളായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? നമ്മൾക്ക് ആർക്കും ഒരു നമ്മളെ വേറെ രീതിയിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടേതായ ഫാമിലി ലൈഫാണ് വ്ളോഗ് ചെയ്യുന്നത്. വേറൊരാൾക്ക് ഇപ്പം മസ്താനിക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ച് അതിനെ റിലേറ്റഡ് ആയിട്ട് വേറെ ആളെ ഹേർട്ട് ചെയ്യാതെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതൊരു നമ്മുടേതായ സന്തോഷങ്ങള് കാണിക്കുന്നേ ഉള്ളൂ. മറ്റൊരാളെ കുറിച്ച് മോശം പറയല്ലേ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇതിലും ചെയ്യും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് മമ്മി വീഡിയോസിലേക്ക് ഇവർ ആദ്യമായിട്ട് വരാൻ പറഞ്ഞപ്പോ ഉണ്ടായ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? നിർബന്ധിച്ചോ നിങ്ങള്, അല്ലെങ്കിൽ ആളിങ്ങോട്ട് പറഞ്ഞാണോ? നിർബന്ധിച്ചൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിലത്തെ തന്നെ കാര്യങ്ങളാണല്ലോ ഇതിൽ കൂടുതലും വരുന്നത്. അപ്പൊ പുറത്തൊന്നും വേറൊരു ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട്. നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ റീക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിക്കുന്ന ആ ഒരു രീതി അല്ലാത്തോണ്ടായിരിക്കാം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു വീഡിയോസിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അത് പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഒരു വീഡിയോക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഒരു ചമ്മലുണ്ടായിരുന്നു, പിന്നെ അത് മാറി. മാറി. ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്ന ആരാ? അങ്ങനെ ടേക്ക് അങ്ങനെ നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് വലിയ കാര്യമായിട്ട് മേക്കപ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല. നോർമൽ ലൈഫ് വീഡിയോ എങ്ങനെ നടക്കുന്നു, ആ വീട്ടിലെങ്ങനെ നടക്കുന്നു അത് തന്നെ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വലുതായിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് വലിയ റീടേക്ക് ഒന്നും വലിയ. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടന്റുകൾ കോപ്പി അടിച്ചിട്ട് ഒന്ന് ചെയ്യാറുണ്ട്. അതിന് ചിലപ്പോൾ നമ്മൾ കൂടുതൽ അതേ പെർഫെക്ഷന് വരണമെന്നുണ്ടെങ്കിൽ റീടേക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ 5 സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വരുന്നൊരു തമാശയായിരിക്കും നമ്മൾ കൂടുതൽ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അന്നേരം ആ സ്പോട്ടിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അത് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വലിയതായ
കാര്യമായിട്ട് റീക്രിയേറ്റ് അല്ല Retake റീടേക്കിന്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ. ഇപ്പോ നമ്മളിപ്പോ വന്ന സമയം മുതലേ ബേബി കുറച്ച് കുറുമ്പാണ്. നേരത്തെ ഞാൻ കേട്ടു എന്ത് വാഷിംഗ് മെഷീനിൽ എയർപോർട്ടൊക്കെ കിട്ടുന്നൊക്കെ. അതുപോലത്തെ വളരെ വിചിത്രമായ ആചാരങ്ങൾ അല്ല എന്തൊക്കെയാ? നമ്മളിപ്പോ അവിടെ പുതിയ വീട് മേടിച്ചായിരുന്നു. ആ വീട്ടിൽ ഒരു റൂം മൊത്തം അവള് വരച്ചു വെച്ചേക്കുക. അതാണ് ആ ലിപ്സ്റ്റിക്കിന്റെ അത് വേറെ ലിപ്സ്റ്റിക് അത് പറയാം. അത് വേറെ റൂം. ഷുഗർ അവന് പഠിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിനകത്ത് അവന്റെ പെൻസിലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ മൊത്തം ഭിത്തി മൊത്തം വരച്ച് വെച്ചേക്കുക. സ്റ്റെയറിന്റെ അവിടെ എന്തോ വെച്ചിടിച്ച് ഒരു പോർഷൻ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ ചെറിയ 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 അതിപ്പോ എല്ലാ പിള്ളേർക്കും ഉള്ള അത്. ആരെ കൂടുതൽ ഇഷ്ടം, ഡാഡിനാണോ അമ്മീനാണോ? ഇതിന്റെ ആടമോള ഡാഡിനാണോ കൂടുതൽ ഇഷ്ടം? ശല്യം ചെയ്യരുത്. ഇപ്പൊ അമ്മമ്മേന്റെ അടുത്ത് എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കാറുണ്ടോ? ഇല്ല, പാവ. ഇല്ല, കുറുമ്പ് കാണിക്കാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയപ്പോ മമ്മിയുടെ മുഖത്തൊരു ഒറ്റയടി. അത് നമ്മള് ട്രാവൽ ചെയ്യുമ്പോ നമ്മളിരുന്ന് ഉറങ്ങും. മമ്മി കാറിൽ കയറി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. വെളുപ്പിനൊക്കെ എഴുന്നേക്കുന്നില്ലേ. പക്ഷെ അവിടെ കൂടെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. തല്ലി എഴുന്നേൽപ്പിക്കും, തല്ലി കൊടുത്തു. നമ്മൾ കണ്ണടഞ്ഞു പോയി അപ്പൊ കിട്ടും. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കുറെ വീഡിയോസ് ഭയങ്കര വൈറലാ. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ടൈമില് അത് ഹിന്ദിയിലും എല്ലാ ലാംഗ്വേജ് എല്ലാ ലാംഗ്വേജസിലും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനം. ഞാൻ അതിലെ ഒരു ഹിന്ദിയിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സാധനം ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചതാ. അത് ഒരുപാട് സ്ഥലങ്ങള്, ഒരുപാട് ഭാഷയിൽ പോയി. തമിഴ്, തെലുങ്ക്, കർണാടക, പാകിസ്ഥാനിലൊക്കെ എത്തിയോ? ചിത്ര എല്ലായിടും എത്തി. പാകിസ്ഥാൻ ടിക്ടോക്ക് അത് ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം അവിടെ ടിക്ടോക്ക് അവിടെ കൂടുതലുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ എനിക്ക് കുറെ ആൾക്കാർ നമുക്ക് അവിടെ ടിക്ടോക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതെനിക്ക് റെക്കമെൻഡ് വരും. കുറെ ബംഗ്ലാദേശികള്, പാകിസ്ഥാനികള് സാധനം എടുത്ത് അലക്കുന്നുണ്ടായിരുന്നു. അവര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തില്ലേ, ഇത് ഈ സൈഡിൽ വെച്ചിട്ട് മറ്റൊരു സൈഡിൽ നിന്ന് റിയാക്ഷൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കുറെ ആൾക്കാർ. പിന്നെ ഇതിനകത്ത് ഡാൻസ് ആയതുകൊണ്ട് നമുക്കൊരു ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല, ഏത് രാജ്യത്ത് വേണമെങ്കിലും അതിനകത്ത് ഇടല്ലോ. പിന്നെ ഇതൊരു വലിയൊരു ഇമോഷൻ സാധനം ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും അത് കറക്റ്റ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും ഇപ്പോഴൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ്സിനേക്ക് അകത്ത് അലൗ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പുറത്തൊക്കെ പക്ഷേ ഹസ്ബൻഡ് മസ്റ്റായിട്ട് കൂടെ കയറണമെന്നാണ് ആരെങ്കിലും ഒരാൾ. അവര് നമ്മളെ ഒരു ചോദിക്കും കയറാൻ. അതായത് കോഡ് കട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അവിടെ. അത് ഭയങ്കര ഡിഫറൻസാ. പക്ഷെ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ട് അല്ല. ഞാൻ കുറെ കമന്റ്സ് കണ്ടു, വൈഫുമാരൊക്കെ പല വീഡിയോസിന് താഴെ മെൻഷൻ ചെയ്യുന്നു ഹസ്ബൻഡിന് വായിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യം ഇതൊക്കെ കാണിച്ചു കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അത് ശരിക്കും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ഉള്ള ഒരു എന്താ പറയാ. ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമുക്ക് കൂടെ ഒരാൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിലീഫാണ്. ഈ കേരളത്തിൽ വരുന്നുണ്ടല്ലോ അങ്ങനെ കുറെ അലൗ ചെയ്യുന്നു. ഇപ്പൊ പല വ്ലോഗേഴ്സിനും കാണാറുണ്ടോ? ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എങ്ങനെയാന്നുള്ളത്. അത് ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്ത്? കുറെ ഞാൻ അല്ലാണ്ട് കുറെ വേറെ പുറത്തത്തെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ കുറെ പേർക്ക് ഭയങ്കര പേടിയായിട്ടൊക്കെ വീഴുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ എങ്ങനെയായിരുന്നു? വീണൊന്നുമില്ല, ചെറിയ തരിപ്പുണ്ടായിരുന്നു. പേടിച്ചോ? പേടിയല്ല, പിന്നെ പ്രൊഫഷണൽ ആയത് കാരണം അങ്ങനെ ഒരു ഇത് തോന്നത്തില്ലല്ലോ. എന്നാലും നമ്മുടെ ചോര എപ്പോഴും ചോരയാണല്ലോ. ഓക്കെ. ഈ വീഡിയോസ് എടുക്കുന്ന സമയത്തെ ഇപ്പൊ നോർമലി നമ്മൾ ഭയങ്കരമായിട്ട് വീട്ടിലിരിക്കുന്ന, അതായത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നാൽ പോലും എടുത്തു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇടണോ, ഇത് വേണ്ട, അങ്ങനെയൊക്കെ? ഇല്ല, ഞങ്ങൾ കൂടുതലും ഇടുന്നത് ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചിരിച്ചൊരു വീഡിയോ ആയിരിക്കും കൂടുതൽ ഇടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ ഇടാറുണ്ട്. ഇപ്പം ഞാനും അഞ്ചോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് അതൊരു നല്ലൊരു എനിക്ക് ചിരി വന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന വേറെ ആൾക്ക് ചിരി വന്നു, അങ്ങനെയുള്ള വീഡിയോ ആണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാതെ വരുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അമ്മമ്മക്ക് ഇവരിലെ കണ്ട വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? ഭയങ്കരമായിട്ട് ചിരിച്ച് എല്ലാ വീഡിയോ ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്നേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറഞ്ഞ ഒരു വീഡിയോ ഏതായിരിക്കും? വാഴ ഇപ്പം അടുത്തിടയ്ക്ക് ഞാൻ റോഡിൽ നിന്നപ്പം പറഞ്ഞതാ, എന്നാലും എൻ്റെ പാവം കൈപ്പനെ ആ വാഴയാക്കണ്ടായിരുന്നു. വാഴയുടെ വീഡിയോ അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ലൈഫും സോഷ്യൽ മീഡിയയും പേഴ്സണൽ ലൈഫും എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്?
സമയം കണ്ടെത്തുവാണല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെ പാട്ട് പറയാം അതിനിടയ്ക്ക്. നല്ല പാട്ടാ. ഞങ്ങളെ അതിനിടയ്ക്ക് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ആയതുകൊണ്ട് ഇപ്പൊ ഒരു 500 പ്രാവശ്യം ലൈഫ് സ്റ്റൈൽ വ്ലോഗ് പറഞ്ഞു അത് എനിക്ക് ട്രോളാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല, പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് മുമ്പ് മസ്താനി എവിടെ നിന്ന് പറഞ്ഞില്ല ഇത് കുറെ കത്തിക്കാനാണെന്ന് കത്തിച്ചില്ലേലും പറഞ്ഞ മസ്താനി പറഞ്ഞില്ല കറക്റ്റ് പ്ലേസിൽ വന്നേക്കുന്നത്. അതൊക്കെ നമുക്ക് ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ എഴുതുന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്യും. അതിനകത്ത് വലിയ മലമറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ലാസ്റ്റ് വീഡിയോ കാണിച്ചില്ലേ, മലമറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്ന നമ്മളെ നോർമൽ ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടോക്കിനകത്തുള്ളതാണ് ഇതെല്ലാം. സ്പോട്ടില് വീട് കിട്ടും കുറെ കാര്യങ്ങൾ മമ്മി വേറെ ഏതൊരു ചിന്തയിൽ ഞാൻ നിൽക്കും. നിങ്ങൾ 3 പേര് സംസാരിക്കുമ്പോഴേ ഇപ്പൊ നിങ്ങൾ 3 പേരുടെ ഒരു ടോക്കിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള തഗ്ഗുകളും അതായത് ഇത് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കോമഡി ഡയലോഗ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങളൊക്കെ വായിന്ന് വീഴുന്ന അറിയില്ല. അങ്ങനെയില്ല, അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന് അനുസരിച്ചിരിക്കും. ചിലപ്പോ എന്തെങ്കിലും അത് ഓരോരുത്തരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെ ആരും മോശമൊന്നുമല്ല പറയാൻ. ഇപ്പൊ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും മമ്മി ഒരു ബാക്ക് ബോൺ ആണ് ഇവരുടെ വീഡിയോസില്. എന്നാലും ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലില്ലേ ഉമ്മിനോട് ഇപ്പൊ ഒരു വീഡിയോ വാന്ന് പറഞ്ഞാൽ വരില്ല, ഭയങ്കര ഷൈ ആണ്. അപ്പൊ എങ്ങനെയാണ് അന്നും മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്? ആദ്യമായിട്ടൊരു പറയുമ്പോൾ ആൾ ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ? മമ്മിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മമ്മി ഞങ്ങളെ പണ്ട് പോലെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ ആ ഒരു വൈബിന് ഒത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ അതിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെയൊക്കെ എങ്ങനെയാണ്, അതായത് ഇപ്പം ശുങ്കുനായിട്ട് ബേബിക്ക് കുറുമ്പേ ഉള്ളൂ. അടികൂടോ? അച്ചായനിട്ട് ഇച്ചായെന്ന് വിളിക്കുക, അച്ചാച്ചൻ. ഞാൻ എത്തിത്തരാം, ഞാൻ കുറച്ചേരം ഇനി അവിടെ വന്നിരിക്കാം. അച്ചാച്ചനായിട്ട് അടികൂടോ? അതേ ഉള്ളു. ഇവരെങ്ങനെയാ രണ്ടുപേരും? ഭയങ്കര ബോണ്ടാണ്. കുറുമ്പൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാവും, അത് സ്വാഭാവികമാണല്ലോ, കുട്ടികളല്ലേ. എന്നാലും ഏറ്റവും കൂടുതൽ വാശി ഇദ്ദേഹത്തിനായിരിക്കും അല്ലേ? ഇദ്ദേഹത്തിനാണ്. മറ്റേ ആളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം, അവൻ ഇത്രയോടെ ആയല്ലോ. പിന്നെ ഇവള് വന്നേ പിന്നെ അവൻ ഇത്രയോടെ ഒരു മെച്ചൂരിറ്റി വന്നതുപോലെ. ബിഗ് ബ്രദർ ആണല്ലോ. പക്ഷെ ഇവക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. അപ്പൊ അതിന്റേതായ വാശിയും നിർബന്ധങ്ങളും അവള് കാണിക്കും. അപ്പൊ അവൻ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, അവള് കുഞ്ഞല്ലേ, അവൾക്ക് അറിയത്തില്ലാന്നിട്ടല്ലേ എന്ന് പറയുമ്പോ അവനും ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ വീഡിയോസ് ചെയ്തിപ്പോ 4-5 years ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൈറലായ ആ ഒരു വീഡിയോ, ആ ഒരു മൊമെന്റ് ഒക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ഫാമിലി വ്ളോഗിൽ ചെയ്തതിനകത്ത് ഞങ്ങൾ രണ്ടും മറ്റേ നമ്മുടെ മുളക് പൊടിയുടെ വീഡിയോ ഞാനിങ്ങനെ ആദ്യത്തെ ഫാമിലി ഒരു കോമഡി വീഡിയോ അത് തന്നെ കയറിപ്പോയായിരുന്നു. ആ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോണിലും കണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് അവള് ഉപ്പ് നോക്കാൻ കഥയ്ക്ക് ഉപ്പ് നോക്കാൻ പറയും. ഒന്നും പറയത്തില്ല, നോക്കിയിട്ട് പറയത്തില്ല. അവസാനം ഞാൻ ഇത്തിരി മുളക് എടുത്ത് കയറ്റം കിട്ടുകൊടുക്കും. അങ്ങനെ നമ്മള് ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ അത് പിന്നെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചുമ്മാതെ എടുത്ത് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാരണം ഇപ്പോ ഞാൻ എവിടെയോ പറയുന്ന കേട്ടു, പ്രൊഫഷൻ വിട്ടിട്ട് ഒരു കളി ഇല്ല എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പൊ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതും കൂടെ നോക്കാമെന്നൊരു തോട്ട് വന്നത് എപ്പോഴായിരുന്നു? നമ്മൾ ഡെയിലി ലൈഫ് ഇതിനകത്ത് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം ഡെയിലി എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആദ്യമൊക്കെ വൈറലാവുന്ന സമയത്ത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ, പിന്നെ അത് നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ മമ്മി ഇപ്പൊ നോർമലി നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതലും മമ്മിമാര് അല്ലെങ്കിൽ നിന്നിടിക്കുന്നത്. ഓക്കെ, ഇപ്പം UK സെറ്റിൽഡ് ആണ്. അപ്പം ഇപ്പം കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും അവിടെ പോയിട്ട് സെറ്റിൽ ആവണം. അവിടെ സെറ്റിൽ ആവണ്ടേ? നമുക്ക് ആവണ്ടേ? അവിടെ പോയിട്ട് കുറെ ആൾക്കാർക്ക് സെറ്റിൽ ആവണം എന്നൊക്കെ ഉണ്ടാവും. വേറെ കുറെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ റീൽസിൽ കാണുന്ന പോലെ അല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ കുറച്ചും കൂടി ചിലർ വിചാരിക്കും ഭയങ്കര ഈസി ആയിട്ട് ലിവിങ്
പോകുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ കുറെ ഇത് തോട്ട്സ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാൽ അവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കെയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നമ്മളെവിടെയാണെങ്കിലും ജീവിച്ചു പോവുക, അവിടെ ജോലി ചെയ്യുക. ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര ജോലി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മുടേതായ ചിലവ് നമുക്ക് ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ. അപ്പോൾ ചെലവഴിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ സേവിങ്ങും കാര്യങ്ങളൊക്കെ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം എല്ലായിടും ഉണ്ട്. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പം മൺമസ്ക ട്രെൻഡായി. എത്രയോ ആൾക്കാർ റോഡിൽ കച്ചവടം ചെയ്യുന്നു. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഇച്ചിരി അടുത്ത് പോയി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ എവിടെയാണെങ്കിലും ജീവിക്കും. ഇപ്പൊ സാഹചര്യമാണ്. ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവിടെയാണെങ്കിലും ജീവിക്കുക. അതിനകത്ത് രാജ്യമില്ല, ഒന്നുമില്ല. കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ എവിടെയാണെങ്കിലും ജീവിക്കുക. അതിനകത്ത് വേറെ ഒന്നുമില്ല. മമ്മിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെ കാണാൻ പോയ സമയത്തൊക്കെ? പക്ഷേ ഇതെന്താ ഒറ്റ ഉത്തരം മമ്മി ഒറ്റ ഉത്തരം പറയും. എന്റെ ബിഗ് ബോസ് ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ കണ്ടായിരുന്നു ബിഗ് ബോസ്? ഈ പ്രാവശ്യം കണ്ടിന്യൂസ് കണ്ടില്ല. ഭാഗ്യം. ഫോണിൽ കാണും. ഫോണിൽ കാണും. മറ്റേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഫുള്ള് കണ്ടു. കാരണം എനിക്ക് മെറ്റേണിറ്റി ലീവ് ആയിരുന്നു. ഈ പ്രാവശ്യം പക്ഷെ ഡ്യൂട്ടി ഒക്കെ ഉള്ളതാണ് നമുക്ക് റെഗുലർ. വളരെ നല്ല തീരുമാനം. ഈ പ്രാവശ്യം എന്നാലും നമ്മൾ ഈ ഷോർട്സ് ഒക്കെ കാണും. ഇങ്ങനെ ഓരോന്ന് ഷോർട്സ് വിശ്വസിക്കരുത്, അത് അവർക്ക് വേണ്ടത് മാത്രമേ അവർ ഇടാറുള്ളൂ. ഹെയറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ താഴെത്തിയത് കണ്ടില്ല. അതാ പ്രശ്നം. കാണേണ്ടത് കാണും. മമ്മീനെ ബിഗ് ബോസ് വിളിച്ചാ പോവും. എപ്പോഴും അങ്ങോട്ട് മമ്മിക്ക് ഫാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ അതിന്റെ കറക്റ്റ് ആൻസർ തരരുത്, വേറെ ഉത്തരം തരണം. ഓക്കെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ സിനിമക്ക് പോയി എന്ന് പറയാം. അങ്ങനെ തിരിച്ചിങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഓക്കെ, ഈ ഡ്രസ്സ് എവിടുന്ന വാങ്ങി? സിനിമ തിയേറ്ററിൽ നിന്ന്. അങ്ങനെ പറയാൻ പാടില്ല. അല്ല, അങ്ങനെ തിയേറ്ററിൽ നിന്ന് വാങ്ങിയെന്ന് പറയരുത്. ഇപ്പൊ ചായ കുടിച്ച് അതിനോട് വാങ്ങിയെന്ന് പറയരുത്. ഓക്കെ, ഒന്നുകൂടി ചോദിക്കാം. ചേട്ടൻ തുടങ്ങി. അല്ല, എനിക്കൊരു ഐഡിയ. ഫ്ലൈറ്റ് എത്ര മണിക്കായിരുന്നു? പാൻറ് കൊള്ളാം കേട്ടോ. നാട്ടിലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? മസ്താനി സുന്ദരിയായിട്ടുണ്ട്. അതെനിക്കറിയാലോ. ഈ മഞ്ഞക്കാറ് ഇടുന്ന കമ്മല് കൊള്ളാം. ഈ വീട് എത്ര നാളായി വെച്ചിട്ട്? വാച്ചും കൊള്ളാം. ഇതെന്താ ഇത്ര ഹൈറ്റിൽ വെച്ചേക്കുന്നേ? ഷർട്ടും കൊള്ളാം. മമ്മൂക്കയുടെ പുതിയ സിനിമ ഉണ്ടോ? മൈക്ക് കൊള്ളാം. ഇതെന്തെങ്കിലും തിരിച്ചെപ്പോഴാണ് റിട്ടേൺ ഫ്ലൈറ്റ്? കസേര കൊള്ളാം. ഇന്ന് എത്ര ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു? ഇവിടെ ആരും തൂത്തില്ലൂടെ? 5 ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? സമയം പോയി. ഓക്കെ, ഇവിടെ ചെയ്യാം. അയ്യോ, ഞാൻ അന്നാലും ജസ്റ്റ് ഇഷ്ടപ്പെട്ട കളർ ഏതാ? ചെടിയുടെ ഇല കണ്ടോ? പ്ലാന്റിങ് ഇഷ്ടാ? ബാക്കിലിരിക്കുന്ന സൈക്കിള് നല്ല ഭംഗിയില്ലേ കാണാൻ. ഹോബി ഏതാ? മൂക്കുത്തി ഇടുന്ന ഭംഗി. ഇന്ന് കുളിച്ചാ? തലമുടി ചീ കെട്ടണം കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? അവിടെ വരുമ്പോ പോവും. ഫുഡിന് വരുമ്പോ നമ്മുടെ കൈ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഫണ്ണായിട്ട് നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്ത്. അത് വേണ്ട. മസ്താനിയുടെ വീട് വേണം. നല്ല കാറ്. ഏറിയും താഴെ ഇറങ്ങി. ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നല്ല പേരോട്ടോ. കമ്മല് കൊള്ളാം കേട്ടോ. തിരിച്ചു പൊക്കൂടെ? തിരിച്ചു പോയിട്ട് തന്നെ വന്നിട്ട് ഒരു ഫുഡ് പോലും തന്നില്ല ഞങ്ങൾ. ചായ തന്നല്ലോ. ഇന്റർവ്യൂസ് കാണാറുണ്ടോ? ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടേ? ഓക്കെ, ചേട്ടൻ ജയിച്ചിരിക്കുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.